Good afternoon. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എടുത്തില്ലായിരുന്നു, കംപ്ലീറ്റ് ആയില്ലേ അത്? നെക്സ്റ്റ് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറിയുടെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? Yes, ma'am. അവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അടുത്തതാണ് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി അല്ലെങ്കിൽ ജോബ് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു സംഗ്രഹമാണ് പറയുന്നത്. The medical secretary will execute secretarial duties using specific knowledge of medical terminology and hospital, clinic and laboratory procedures. ഒരു മെഡിക്കൽ സെക്രട്ടറി അവർക്ക് will execute secretarial duties. അവര് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ് നടപ്പിലാക്കേണ്ടത്. അതിനുവേണ്ടി by using specific knowledge, ഒരു പ്രത്യേക അറിവ് അവർക്ക് എന്തിലൊക്കെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ ടെർമിനോളജിയിൽ ഉണ്ടായിരിക്കണം. പഠിച്ചില്ലായിരുന്നോ മെഡിക്കൽ ടെർമിനോളജി? പഠിച്ചിട്ടില്ലേ? പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലേ ഇതൊക്കെ? ഓക്കെ, അപ്പൊ അവർക്ക് മെഡിക്കൽ ടെർമിനോളജിയിൽ കൃത്യമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച്, ക്ലിനിക്കുകളെ കുറിച്ച്, ലബോറട്ടറിയിലെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഒരു സ്പെസിഫിക് നോളജ്, ഒരു പ്രത്യേക അറിവ് ഉണ്ടായാൽ മാത്രമേ ഒരു സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആ ഒരു മെഡിക്കൽ സെക്രട്ടറിക്ക് നന്നായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു മെഡിക്കൽ സെക്രട്ടറി എന്തിലൊക്കെ സ്പെസിഫിക് നോളജ് ഉള്ള ആളായിരിക്കണം? മെഡിക്കൽ ടെർമിനോളജി, ഹോസ്പിറ്റൽ, ക്ലിനിക് ആൻഡ് ലബോറട്ടറി പ്രൊസീജിയറുകളിൽ നല്ലൊരു സ്പെസിഫിക് നോളജ്, ഒരു പ്രത്യേക അറിവുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് വളരെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ്, ഇവരുടെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയൽ ഡ്യൂട്ടികളാണ് താഴെ പറയുന്നവയെല്ലാം. അതിലൊന്നാമത്തത് represent physicians by screening, climate scheduling, receiving and announcing scheduled patients and visitors. അതായത് ഇവിടെ റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ വരുന്ന അഡ്മിഷൻസ് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്ത് കൃത്യമായ അഡ്മിഷൻസിൽ അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് അവർക്ക് ഫിസിഷ്യനെ കാണാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കുക, കൃത്യമായിട്ട് അവരെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ അവരുടെ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. ആൻഡ് അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്, അപ്പൊ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനും വിസിറ്റേഴ്സിനും അതിനുള്ള അറിയിപ്പുകളും കൊടുക്കുക. അതാണ് ഒന്നാമത്തെ duty. ഒന്നാമത്തെ എന്താ? represent physicians by screening, helps with scheduling, receiving and announcing scheduled patients and visitors. ഇപ്പൊ ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏതൊക്കെ ഫിസിഷ്യൻസിന്റെ അടുത്തേക്കാണോ നമ്മൾ വിടേണ്ടത് അതിനനുസരിച്ച് അവരെ സ്ക്രീൻ ചെയ്ത് എടുക്കുന്നു. അതിനനുസരിച്ച് അവരെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് കൃത്യമായ എന്താണ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഓരോ പേഷ്യൻസിനും വിസിറ്റേഴ്സിനും അത് കൃത്യസമയത്ത് തന്നെ അതിനുള്ള അറിയിപ്പുകളും നൽകുന്നു. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത്തത് ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്, ഫിസിഷ്യൻസിന്റെ ദിവസേനയുള്ള വർക്കിൽ സഹായിക്കുന്നു. ഫിസിഷ്യൻസ് ഡെയിലി വർക്കുകളിൽ അവര് ആര് സഹായിക്കുന്നു? ഈ മെഡിക്കൽ സെക്രട്ടറി ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു. മൂന്നാമത് കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ് പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യൻസിൽ നിന്നും ആവശ്യമായുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. നാലാമത്തത് പറയുന്നത് എൻഷുർ ഫിസിഷ്യൻസ് പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് calendars. ഇവിടെ ഫിസിഷ്യൻസ് നന്നായി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫിസിഷ്യൻസിനനുസരിച്ച് അവരുടെ കലണ്ടറുകൾ സെറ്റ് ചെയ്യുക. അതായത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് അവരുടെ പ്രോഗ്രാം എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ഡേറ്റ് അനുസരിച്ച് ഓരോ പ്രോഗ്രാമുകളും എന്ത് ചെയ്യുക, ഒരു ചാർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില ഫിസിഷ്യൻസിന് ചില ദിവസം സർജറിയോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യേണ്ട ദിവസങ്ങൾ വരും അല്ലെ.
അപ്പൊ അന്നത്തെ ദിവസം അവർക്ക് ടൈറ്റ് ഷെഡ്യൂളുകളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് സമയം മാത്രമേ ചിലപ്പോൾ കൺസൾട്ടേഷന് കിട്ടുള്ളൂ, ചിലപ്പോൾ കുറച്ച് സമയം, ചിലപ്പോൾ സമയം ഇല്ലാതെങ്കിൽ വരാം. അപ്പൊ ആ കൃത്യമായിട്ട് ആ ഒരു ഫിസിഷ്യന്റെ കൃത്യമായിട്ട് അവരുടെ ഓരോ ഡേറ്റിനനുസരിച്ച് അവർ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ അനുസരിച്ച് കൃത്യമായ കലണ്ടറുകൾ സെറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ചാർട്ടുകളും സെറ്റ് ചെയ്ത് നൽകുക. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ട് ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുക, ആൻഡ് പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറികൾ രൂപീകരിക്കുകയും ചെയ്യുക. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻസ്. അവർക്ക് നൽകുന്ന പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വ്യാഖ്യാനിച്ച് നൽകുക. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അവരുടെ സമ്മറികളും രൂപീകരിക്കാൻ തയ്യാറാക്കുക. Then provide historical reference by progressing and utilizing filing and retrieval system. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അവരുടെ ഹിസ്റ്റോറിക്കൽ റെഫറൻസ്, അവരുടെ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട റെഫറൻസോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചായിരിക്കണം ആ റെക്കോർഡുകൾ ഫയൽ ചെയ്യേണ്ടത്. പിന്നീട് നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ, വീണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ഫയൽ ചെയ്യേണ്ടതും. അടുത്തത് പറയുന്നത് സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡേറ്റാബേസ് ബാക്കപ്പ്. എല്ലാ ഡേറ്റാബേസുകളും വളരെ കൃത്യമായിട്ട്, വളരെ സുരക്ഷിതമായിട്ട്, സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കൃത്യമായി ഡേറ്റ ബാക്കപ്പുകൾ നടത്തി ആ ഒരു ഇൻഫർമേഷൻസിനെ സെക്യൂർ ആക്കി വെക്കുക. Then keep patients' confidence and protect operations by keeping information secret. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ആ ഒരു കോൺഫിഡൻസ്, അവരുടെ ആ ഒരു ആത്മവിശ്വാസം എപ്പോഴും നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ്, സമുദായ എല്ലാ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇൻഫർമേഷൻസും എല്ലാം വളരെ സീക്രട്ട് ആയിട്ട്, വളരെ സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതിലൂടെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഓഫീസ് സപ്ലൈസിലുള്ള ഇൻവെന്ററികൾ, അവിടുത്തെ സാധനങ്ങൾ കൃത്യമായ ലിസ്റ്റ് പ്രകാരമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത്, ആവശ്യമാണെങ്കിൽ അവിടുത്തെ സ്റ്റോക്കിംഗ് ലെവൽ ചെക്ക് ചെയ്ത്, ഇനി സ്റ്റോക്കിംഗ് ലെവലിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഓർഡറുകൾ കൊടുത്ത് ആ ഒരു സ്റ്റോക്ക് ലെവൽ അവിടെ നിലനിർത്തുക. Then keep office equipment operational by following operating instructions. പ്രവർത്തനപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഓഫീസിലെ എല്ലാ ഉപകരണങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് നല്ല ഓപ്പറേഷൻ ലെവൽ പ്രവർത്തനപരമായ രീതിയിൽ തന്നെയാണോ എല്ലാം നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടോ, പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ റിപ്പയർ ആവശ്യമാണോ, ഇങ്ങനെ അത് കൃത്യമായ സമയത്ത് അത് ആ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം അത് ചെക്ക് ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അതിനുള്ള മെയിൻ്റനൻസ് ചെയ്യുകയും അതിനുള്ള നിർദ്ദേശങ്ങളും നൽകണം. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് അവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിലനിർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും പോയിന്റ്സ് നമുക്കൊന്നുകൂടി പറയാം. ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്, ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതിൽ പറയുന്നത് അവിടെ ഫിസിഷ്യൻസിന്റെ, അതുപോലെ ഫിസിഷ്യൻസിനോട് അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏതൊക്കെ ഡോക്ടേഴ്സിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത് കൃത്യമായി സ്ക്രീൻ ചെയ്തെടുക്കുന്നു, അവർക്ക് കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തെടുക്കുന്നു, അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനും വിസിറ്റേഴ്സിനും അത് കൃത്യമായിട്ട് എപ്പോഴാണ് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന് അറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ?
അത് ഓരോന്നും പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. അതിനുവേണ്ടി ഒരുമിച്ച് പറയുന്നത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് പറയുന്നത് ഹെൽപ്സ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഫിസിഷ്യൻസുകളുടെ ദിവസേനയുള്ള വർക്കുകളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? മൂന്നാമത് കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് വളരെ ശ്രദ്ധാപൂർവം കളക്ട് ചെയ്യുകയും അവരുടെ പേഷ്യന്റ് റെക്കോർഡ് കൃത്യമായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. നാലാമത് പറയുന്നത് എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടർ. ഇവിടെ ഫിസിഷ്യൻസ് നന്നായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് കൃത്യമായിട്ട് ഒരു മാസത്തേക്ക് അവർ ഇന്ന ഡ്യൂട്ടീസ് ആയിരിക്കും. ആ ഒരു മാസം അവർക്ക് ഇന്ന കാര്യങ്ങള് ഓരോ ദിവസങ്ങളും ഉണ്ട്. ആ ഡേറ്റിനനുസരിച്ച് കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ചാർട്ടുകൾ തയ്യാറാക്കുക. അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുക. Clear അല്ലേ? Then procedures informed by interpreting dictation, preparing medical reports and summary, creating summaries. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ നൽകിയിട്ടുള്ളത് അതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നു. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സമ്മറികളും തയ്യാറാക്കുന്നു. Okay, next പറയുന്നത് provides historical reference by progressing and utilizing filing and retrieval system. അപ്പോൾ ഒരു റെക്കോർഡ് ഫയൽ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ മെഡിക്കൽ റെഫറൻസ് റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ രേഖപ്പെടുത്തണം. അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് രേഖപ്പെടുത്തണം. അതിനനുസരിച്ച് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരു മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്യേണ്ടത്. ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീണ്ടെടുക്കാവുന്ന രീതിയിലായിരിക്കണം ആ മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്ത് വെക്കേണ്ടത്. അടുത്തത് പറയുന്നത് 1 minute. Next എന്താ പറഞ്ഞത്? Secures information by completing database backup. അപ്പൊ അവരെ കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് സെക്യൂർ ആയിട്ട് വെക്കുന്നതിന് വേണ്ടി ഡേറ്റാബേസ് ബാക്കപ്പുകൾ കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ അത് സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് ആ ഡേറ്റാസ് എല്ലാം പൂർണ്ണമായിട്ട് സെക്യൂർഡ് ആയിട്ട് ആ ഇൻഫർമേഷൻസ് വെക്കുക. പേഷ്യൻസ് കോൺഫിഡൻസ്. പേഷ്യൻസിന്റെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടി അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എങ്ങനെയായിരിക്കണം? വളരെ സീക്രട്ട് ആയിട്ട് സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ അപ്പൊ ഇതിന് ഓരോ പേഷ്യൻസിന്റെയും കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നമുക്ക് നിലനിർത്താൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഓഫീസ് സാധനങ്ങളിലെ ഓരോ വിവരങ്ങളും കൃത്യമാണോ? അവിടെ എല്ലാ സാധനങ്ങളും ഓക്കെയാണോ? ആവശ്യത്തിനുണ്ടോ? ഇനി ഇല്ല എങ്കിൽ അവരുടെ സ്റ്റോക്ക് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ അത് ഓർഡർ ചെയ്ത് ആ ഒരു സ്റ്റോക്ക് ലെവല് നിലനിർത്തേണ്ടത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറഞ്ഞത് കീപ്സ് ഓഫീസ് equipment operational by following operating instructions. അവിടുത്തെ ഓഫീസ് എക്യുപ്മെന്റ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് പ്രവർത്തനപരമായ രീതിയിലാണോ നിലനിന്ന് പോകുന്നത്? ഇനി അത് കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രകാരം അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് ഇനി പ്രവർത്തനപരമല്ല പ്രവർത്തനക്ഷമമല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസോ കാര്യങ്ങളോ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. ലാസ്റ്റ് പറഞ്ഞത് മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് നിലനിർത്തണമെങ്കിൽ അതിനുവേണ്ടി കൃത്യമായ മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഒരു 4 പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ പറയുന്നത് സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്.
അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി അവരെ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ, ആരോഗ്യ പരിചരണം നൽകുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാനും അവർക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ അവരെ സേവിക്കാനും വേണ്ടിയിട്ട് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും എന്ത് ചെയ്യുക, സെർവ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സെക്രട്ടറിയും അവരുടെ തൊഴിൽപരമായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം കീപ്പ് ചെയ്യുക. അതിലൂടെ ആ വരുന്ന ഓരോ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ പരിചരണങ്ങളും നല്ല രീതിയിൽ നമുക്ക് അവരെ പരിചരിച്ച് നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കാനും സേവിക്കാനും സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് അപ്ഡേറ്റ്സ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. അപ്പൊ അവരുടെ ജോലിയുമായി ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട അറിവ് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റിംഗ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ അവസരങ്ങളിൽ എന്ത് ചെയ്യുക, പങ്കാളികളാവുക. ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് വായിക്കുക, അങ്ങനെയുള്ള പല പല എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റികൾ പങ്കാളികളായി അവരുടെ ജോബുമായി ബന്ധപ്പെട്ട ഒരു അറിവ് മെച്ചപ്പെടുത്തുക. മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടന്റ് ഫയൽസ്. എന്താണ് അശ്വതി, ഒരു ഡൗട്ട് ആണോ? എന്തെങ്കിലും ഡൗട്ട് ആണോ? എന്താണ് ഒരു കൺഫ്യൂഷൻ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നോക്കിയേ, കീപ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടന്റ് ഫയൽസ്. കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ശരിയായിട്ട് കീപ്പ് ചെയ്യുക, ടെക്നിക്കൽ ലൈബ്രറീസിലെ കൃത്യമായ നോട്ട്സും റെക്കോർഡുകളും ഒക്കെ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കറസ്പോണ്ടന്റ് ഫയൽസ്, ഇവിടെ കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഫയലുകളെല്ലാം വളരെ കൃത്യമായിട്ട് നിലനിർത്തുക. ലാസ്റ്റ് വൺ പറയുന്നത് പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ. അതായത് ഇവിടെ പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ഇപ്പൊ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ, ഫിസിഷ്യന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. 4 പോയിന്റ്സ്, ലാസ്റ്റ് 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തേതിൽ പറയുന്നത് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി, ആരോഗ്യ പരിചരണം നൽകുന്ന കമ്മ്യൂണിറ്റികളെ സംരക്ഷിക്കാനും അവർക്ക് നല്ല രീതിയിൽ സേവനങ്ങൾ നൽകുന്നതിനും വേണ്ടി ആ തൊഴിൽപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു നിലവാരം ഇവരെന്ത് ചെയ്യണം, കീപ്പ് ചെയ്യുക. ആ ഒരു തൊഴിൽപരമായിട്ടുള്ള നിലവാരം കീപ്പ് ചെയ്ത് അവിടെ വരുന്ന ഓരോ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്കും ആരോഗ്യ പരിചരണം നൽകുന്ന കമ്മ്യൂണിറ്റിയെ നമുക്ക് സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാനും സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അറിവ് ഒന്നുകൂടി നവീകരിക്കുന്നതിന് വേണ്ടി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് വായിക്കുക, മറ്റു ട്രെയിനിങ്ങുകൾ പങ്കാളികളാവുക, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റികളിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കാളികളാവുക. മൂന്നാമത് പറഞ്ഞത് കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ടെക്നിക്കൽ ലൈബ്രറീസ് ശരിയായി സംരക്ഷിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ കറസ്പോണ്ടന്റ് ഫയലുകൾ അല്ലെങ്കിൽ മറ്റ് കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഫയലുകളെല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിലനിർത്തുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പറഞ്ഞത് ഒരു ഫിസിഷ്യന്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടത്തിന് കീഴിൽ ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ നടപ്പിലാക്കുക. ക്ലിയർ ആണോ ആ 4 പോയിന്റ്സും? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കഴിഞ്ഞത്. അടുത്തത് ജോബ് സമ്മറി ഓഫ് ആൻ OPD എക്സിക്യൂട്ടീവ്, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. ആ പോയിന്റ് വൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എടുത്തിട്ട് ഇത് ഇന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ വ്യത്യസ്തതകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്യാച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ഏകദേശം
ഏകദേശ ഒരു ഐഡിയ, ഇപ്പൊ ഒരാളുടെ ജോബ് ഇന്നതൊക്കെ ആയിരിക്കും എന്നൊരു ഏകദേശ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പോയിന്റ് കാണാൻ പാടെ അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇപ്പൊ ഒരു OPD എക്സിക്യൂട്ടീവിന് ഇന്ന ജോലി ആയിരിക്കും ചെയ്യുന്നത്, ഒരു ബ്രീഫ് ആയിട്ട് നിൽക്കുന്നു മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു മെഡിക്കൽ സെക്രട്ടറിക്ക് ഇന്ന ജോലികൾ വന്നു അല്ലെ, പ്രധാനപ്പെട്ട പോയിന്റ്സ് മിക്കതും ഒരു പർട്ടിക്കുലർ കാര്യങ്ങളെ കുറിച്ച് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും പറയാ അല്ലെ. അപ്പൊ അവര് മെഡിക്കൽ ഹിസ്റ്ററി നോക്കണം, അവിടുത്തെ ഷെഡ്യൂൾ ചെയ്യണം, കൃത്യമായിട്ട് അതിനനുസരിച്ച് കലണ്ടേഴ്സ് ഡോക്ടേഴ്സിന് ഉണ്ടാക്കണം, ഡോക്ടേഴ്സുമായി സഹകരിച്ച് അവരുടെ അസിസ്റ്റൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും ജോലി ഒരു ബ്രീഫ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാല് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ അടുത്തത് നോക്കുന്നത് ജോബ് സമ്മറി ഓഫ് ആൻ OPD എക്സിക്യൂട്ടീവ്, ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറിയാണ് പറയുന്നത്. ദ OPD executive play an important role in supervising the operations of the outpatient department in a hospital. അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിലെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ പ്രധാന ജോലി അല്ലെ. ഇപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലെ. ആ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ പ്രധാന ജോബ് അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തത് മാനേജിങ് ദ OPD സ്റ്റാഫ്. ആ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക ഇല്ലേ. കൃത്യമായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുക ഇത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. രണ്ടാമത്തത് മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്, കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിനെ കുറിച്ചുമുള്ള റെക്കോർഡുകൾ നിലനിർത്തുക. OPD ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിനെയും കുറിച്ചുള്ള എക്സാക്ട് റെക്കോർഡുകൾ നിലനിർത്തുക. മൂന്നാമത്തത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. നാലാമത്തത് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിക്കുക. അഞ്ചാമത് പറയുന്നത് എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ഓരോ പേഷ്യൻസിനെയും ഔട്ട് പേഷ്യൻസിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പൊ 5 പോയിന്റ്സ്, 5 വീതം നമുക്ക് അങ്ങ് നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞത് മാനേജിംഗ് ദ OPD സ്റ്റാഫ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തത് മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്, കൃത്യമായിട്ടുള്ള ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ കൃത്യമായ പേഷ്യന്റ് റെക്കോർഡുകൾ നിലനിർത്തുക. മൂന്നാമത് പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. നാലാമത്തത് മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കുക. അഞ്ചാമത് ഔട്ട് പേഷ്യൻസ് ആയി വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തിയും ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ ആ ഒരു 5 പോയിന്റ്സ്? ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണോ ആ 5 ഓക്കെ. ഇനി നെക്സ്റ്റ് 5 ആണ് കേട്ടോ പറയുന്നത്. അടുത്ത 5 പറയുന്നത് മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ മാനേജ് ചെയ്യുക. ഏഴാമത്തത് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്, ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികളും നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ വികസിപ്പിക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക. Ensuring the smooth functioning of the OPD area, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ നല്ല രീതിയിൽ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുഗമമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ഇപ്പൊ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ പല കൺസൾട്ടൻസ് ഉണ്ടാവും അല്ലെ. പല ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ അവർ
അവർക്ക് കൃത്യമായിട്ട് ഓരോരോ വരുന്ന പേഷ്യൻസിന് ഏത് ഡോക്ടേഴ്സിനെയാണോ അല്ലെങ്കിൽ ഏത് കൺസൾട്ടന്റിനെയാണോ കാണേണ്ടത് അതിനനുസരിച്ച് അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മേൽനോട്ടം വഹിക്കുക. 10th വൺ പറയുന്നത് ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ഇപ്പൊ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഓരോ ദിവസവും പ്രവൃത്തിയിലുള്ളത് ഇല്ലേ? നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ പറയാറുണ്ട് ഇന്ന ഡോക്ടർ ഇന്ന് ലീവാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഇന്ന് സർജറി ആണ് അദ്ദേഹം ചെയ്യുന്നത്, ഇന്ന് OPD-യിൽ ഇരിക്കില്ല അല്ലെങ്കിൽ OP-യിൽ ഇരിക്കില്ല പറയാറില്ലേ? അപ്പൊ ഓരോ ദിവസവും ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവിടെ വർക്കിംഗ് കണ്ടീഷനിലുള്ളത്, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ലീവ് ഉള്ളത്, ഏതൊക്കെ ഡോക്ടേഴ്സിനാണ് സർജറി മുതലായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പൊ ഒരു 10 വരെയും നമുക്ക് അടുത്ത 6 മുതൽ നോക്കാം. 6ാമത് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയേഴ്സും വികസിപ്പിക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്തത് പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഏരിയയിലെയും പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഡിഫറെന്റ് കൺസൾട്ടൻസ് അവിടെ ഹോസ്പിറ്റലിലേക്ക് ഒരു OPD ഏരിയയിലേക്ക് വരുന്ന പേഷ്യൻസിന് അവർക്ക് ഏത് കൺസൾട്ടന്റിനെയാണോ കാണേണ്ടത് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് മേൽനോട്ടം വഹിക്കുക. അടുത്തത് പറയുന്നത് ഓരോ ഡോക്ടേഴ്സും ഓരോ ദിവസവും വർക്കിംഗ് കണ്ടീഷൻ അവരുടെ എങ്ങനെയാണ്, അവർ ഇന്നത്തെ ദിവസം ഫുൾ ടൈം OP-യിൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർ സർജറി ഡേ ആണോ, അല്ലെങ്കിൽ അവർ ലീവ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുക. ക്ലിയർ ആണോ? എന്ത് പറയും? ഓക്കെ. 11th പറയുന്നത് ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസ് ഫീഡ്ബാക്ക് ഫോംസ്. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഫോംസ് അവിടെ വരുന്ന പേഷ്യൻസിന് ഫീഡ്ബാക്ക് ഫോമുകൾ കൊടുക്കുക, അതിൽ നിന്നും അത് സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അടുത്തത് ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ അവർ OPD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അത് ബന്ധപ്പെട്ട മാനേജറിന് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അവിടെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനെയും വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക, സ്വാഗതം ചെയ്യുക. അടുത്തത് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽ, അവരെ ആവശ്യമായിട്ടുള്ള അവർക്ക് ഏത് ഡോക്ടറെ അല്ലെങ്കിൽ ഏത് പ്രൊഫഷണലിനെയാണോ കാണേണ്ടത് അവരുടെ അടുത്തേക്ക് ഉചിതമായിട്ടുള്ള പ്രൊഫഷണലിന്റെ അടുത്തേക്ക് അവരെ നിർദ്ദേശിച്ച് വിടുക. അവർക്ക് ആ നിർദ്ദേശം നൽകി അവർക്ക് ഇന്ന സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തേക്ക് അവരെ എന്ത് ചെയ്യുക, വഴികാട്ടി വിടുക. ദെൻ രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതിയതായിട്ട് ഒരു OPD ഏരിയയിലേക്ക് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്ററിംഗ് ചെയ്യുക. 11ാമത് തുടങ്ങിയാണ് നോക്കുന്നത്. ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസ് ഫീഡ്ബാക്ക് ഫോം, വരുന്ന പേഷ്യൻസ് എല്ലാം അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഫോമുകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ആ ഫീഡ്ബാക്ക് ഫോമുകൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്, എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഈ OPD ഏരിയയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം, ഉടനെ തന്നെ മാനേജറുടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. അടുത്തത് പറയുന്നത് പേഷ്യൻസിനെയും വരുന്ന വിസിറ്റേഴ്സിനെയും സ്നേഹപൂർവ്വം ഗ്രീറ്റിംഗ്സോടുകൂടി അഭിവാദ്യം ചെയ്ത് അവരെ സ്വീകരിക്കുക. അതുപോലെ തന്നെ അവരെ ഡയറക്റ്റ് ചെയ്യുക, അവരെ എന്ത് നിർദ്ദേശിക്കുക, അവർക്ക് ഉചിതമായിട്ടുള്ള പ്രൊഫഷണൽസിന് ആരെയാണോ കാണേണ്ടത് അവരിലേക്ക് ഈ പറയുന്ന പേഷ്യൻസിനെ നയിക്കുക. അല്ലെങ്കിൽ ഇന്ന് എടുത്താണ് അവരിരിക്കുന്നതെങ്കിൽ അവിടേക്ക് അവരെ കൊണ്ടുപോയി ആക്കുക. ദെൻ രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതിയതായിട്ട് വരുന്ന OPD-യിൽ വരുന്ന പുതിയ പേഷ്യൻസിന് രജിസ്ട്രേഷൻ നൽകുക. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് taking part in practice meetings and training courses and ensuring compliance with health and safety procedures. ഇവിടെ എന്ത് ചെയ്യുന്നു, ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ്. ഇവിടെ അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പല ട്രെയിനിങ് കോഴ്സുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കാളികളാക്കുക. അതിലൂടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, കൃത്യമായിട്ട് ആരോഗ്യത്തെയും
അവിടെ സേഫ്റ്റി സുരക്ഷയും പാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലൂടെയൊക്കെ ഉറപ്പുവരുത്തുക. ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനം, ഇപ്പൊ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ ഉണ്ടാവാം, പരിശീലനങ്ങൾ ഉണ്ടാവാം, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഈ പങ്കാളികളാകുക. അതിലൂടെ എന്തുറപ്പുവരുത്തണം? ആ ഒരു OPD ഏരിയയില് വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. 17ാമത് പറയുന്നത് furthermore the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there is no items left over by the previous shift receptionist. എന്താണ്? OPD ഏരിയയിലെ OPD executive is accountable for checking that. OPD executive എന്ത് ചെക്ക് ചെയ്യണം? OPD ഏരിയയിലെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ ഇരിക്കുന്നത്? ensuring that എന്തുറപ്പ് വരുത്തണം? പ്രീവിയസ് ഷിഫ്റ്റ്, അതായത് മുൻപ് ഷിഫ്റ്റ് ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് എല്ലാ ഐറ്റംസും അതേ സ്ഥലത്ത് തന്നെയാണോ വെച്ചിട്ട് പോയത്? ഇത് നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പൊ അടുത്തൊരു ഷിഫ്റ്റ് വരുമ്പോ മറ്റൊരാൾ കയറുന്ന സമയത്ത് ചിലപ്പോ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പുള്ള ആൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അവർക്ക് പ്രവർത്തനങ്ങൾ അത്രയും ഡിലേ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു മുമ്പത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് എല്ലാ ഐറ്റംസും അതാത് സ്ഥലങ്ങളിൽ തന്നെയാണോ വെച്ചിരിക്കുന്നത്? മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ടോ? എല്ലാം ഇതാ സ്ഥലത്ത് കറക്റ്റ് പ്ലേസിൽ തന്നെയാണോ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് 18th പറയുന്നത് they direct patients to the payment counter to make their payment എന്നാണ് കേട്ടോ പറയുന്നത്. make their payment. make their payment കേട്ടോ. അപ്പൊ അവിടെ പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് നിർദ്ദേശിക്കുക. അവർ അതിനനുസരിച്ച് അവരുടെ പേയ്മെന്റുകൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. ensuring സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്. അതിനുവേണ്ടി വളരെ സുഗമമായിട്ടുള്ള ഒരു കാര്യക്ഷമമായ പ്രക്രിയകളിലൂടെ അവരുടെ പേയ്മെന്റിന് വേണ്ടി അവർക്ക് ഇന്ന സ്ഥലത്താണ് പേയ്മെന്റ് എങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യുക? അവരെ അയക്കുക. അതായത് ലാസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞത്? 18th one ആണോ? ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. 18th one പറയുന്നത് ഡയറക്ട് പേഷ്യൻസ് ടു ദ പേയ്മെന്റ് കൗണ്ടർ. ഇപ്പൊ നമ്മളോട് പറയാറില്ല, ഒരു OPD-യിൽ ചെന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് പറയാറില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് ഇന്ന സ്ഥലത്താണ് പേയ്മെന്റ് അടയ്ക്കേണ്ടത് പറയാറില്ലേ? ഇന്ന സ്ഥലത്താണ് ബില്ല് അടയ്ക്കേണ്ടത്, പേയ്മെന്റ് അടയ്ക്കുക. അപ്പൊ അവിടേക്ക് അവർ നിർദ്ദേശിക്കരുത്, ഇന്ന സ്ഥലത്താണെന്ന് അവർ ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താൽ അവരവരുടെ പേയ്മെന്റ് പോയി അവർ കൃത്യമായി എന്ത് ചെയ്യും? അടയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ensuring a smooth and efficient process. അപ്പൊ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേയ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ടും സുഗമമായിട്ടും നടക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുക. 19th one പറയുന്നത് overall the OPD executive is necessary for ensuring that the outpatient departments run efficiently. അപ്പൊ എപ്പോഴും ഓവറോൾ ആയിട്ട് നമ്മൾ എന്താ ശരിക്കും പറയുന്നത്? ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ട ഒരാളാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ OPD ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് OPD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്നുണ്ടോ? And while also managing cost and maintaining regulatory compliance. അതുപോലെ തന്നെ അവിടുത്തെ ചിലവ് കാര്യങ്ങളെ നിയന്ത്രിക്കുക. അതുപോലെ കൃത്യമായിട്ട് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിലനിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഒരു OPD എക്സിക്യൂട്ടീവ് മൊത്തത്തിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ 16ാമത് തുടങ്ങി ഒന്നുകൂടി പറയാം. 16th പറയുന്നത് അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പങ്കാളികളാവുക. അതിലൂടെയൊക്കെ അവിടുത്തെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ ആ ഹോസ്പിറ്റലിലെ OPD ഏരിയയിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത് പറയുന്നത് OPD എക്സിക്യൂട്ടീവ് എന്തിന് ഉത്തരവാദിയാണ്? അതായത് പ്രീവിയസ് ഷിഫ്റ്റില് മുൻപുള്ള ഷിഫ്റ്റിലെ റിസപ്ഷനിസ്റ്റ് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെല്ലാം യഥാർത്ഥ കറക്റ്റ് പ്ലേസിൽ തന്നെയാണോ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്.
അതുപോലെ തന്നെ അവരുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ ഒരു പേയ്മെന്റ് ഇന്ന സ്ഥലത്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരെ നിർദ്ദേശിച്ച് അവർ ഡയറക്റ്റ് ചെയ്ത് അവിടേക്ക് അയക്കേണ്ടത് ഈ ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേയ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്രിയകളും വളരെ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. നെക്സ്റ്റ് പറഞ്ഞത് ഓവറോൾ ആയിട്ടുള്ള ഒരു OPD എക്സിക്യൂട്ടീവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുകയാണ്. അതിനുവേണ്ടി അവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായിട്ടും സുഗമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഈ OPD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോ പേഷ്യൻസിനും ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ കോസ്റ്റിനെയും ചിലവ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും OPD ഏരിയാസ് പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? ഓക്കെ, അടുത്തതാണ് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറിയാണ് അടുത്തതായിട്ട് പറയുന്നത്. എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലയേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, അത് ഒരു പേഷ്യന്റ് കൗൺസിലറിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ലയേഷൻ എന്ന് പറയുന്നത്. രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ ഇത് A and B എന്ന രീതിയിലും ചോദിക്കാം കേട്ടോ. ഒരു പേഷ്യന്റ് കൗൺസിലറിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് patient advocate or patient liaison. And is a healthcare professional who works keenly with patients and their families to extend emotional support, education and advocacy. ഇവിടെ ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ അവർ എന്തിനു വേണ്ടി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. അവർ എന്തിനു വർക്ക് ചെയ്യുന്നു? ഹു വർക്ക് കീൻലി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിനോടും അവരുടെ ഫാമിലിയോടും വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്ത് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, അവർക്കൊരു വൈകാരിക പിന്തുണ നൽകുന്നു, അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ് നൽകുന്നു, അവർക്ക് ആവശ്യമായ അഡ്വക്കസി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ആരുണ്ടാക്കിയെടുക്കുന്നുണ്ട്? ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ആരുമായിട്ടാണ് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? വരുന്ന പേഷ്യൻസിനോടും അവരുടെ ഫാമിലിയിലുള്ള ആളുകളോടും കൂടെ വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്തുകൊണ്ട് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെയാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. And the job description of a patient counselor. ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, പ്രധാനപ്പെട്ട അവരുടെ റെസ്പോൺസിബിലിറ്റി മുതലായ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ആരാണ് പേഷ്യന്റ് കൗൺസിലറിന്റെ മറ്റ് അറിയപ്പെടുന്ന രണ്ട് പേരുകളും? ആരാണ് ഒരു പേഷ്യന്റ് കൗൺസിലേഴ്സ്? ഡാഷ് ഈസ് എ ഹെൽത്ത്, അങ്ങനെ ചോദിക്കും കേട്ടോ. ഡാഷ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who work keenly with patients and their families to extend emotional support, education and advocacy. കേട്ടോ. അപ്പൊ അതിൽ ഓപ്ഷൻസില് പേഷ്യന്റ് കൗൺസിലർ എന്ന് ചോദിക്കാം, ഇല്ല എങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്നായിരിക്കാം ചിലപ്പോൾ കിടക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റ് ലയേഴ്സ് എന്നായിരിക്കും കിടക്കുക. അപ്പൊ അത് ഒന്നാണ്. ഈ പറയുന്ന കാര്യം ഈ മൂന്ന് പേരും ഒന്ന് തന്നെയാണ്, ഒരു വ്യക്തിയെ കുറിച്ചാണെന്ന് പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഒരു പേഷ്യന്റ് കൗൺസിലർ ആരാണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഒന്നാമത് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഒരു വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും കൊടുക്കുക.
The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis of illness. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാല് അവർക്കൊരു ഇമോഷൻസ്, ഇപ്പൊ പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അവർക്കൊരു വൈകാരികമായ ഒരു പിന്തുണ നൽകുക. അതായത് അവരുടെ ആശങ്കകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. അവർ പറയുമ്പോൾ അവരുടെ ഇന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്കുള്ളത്, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് അവരെ കേൾക്കുക. അതുപോലെ അവരുടെ രോഗനിർണയം നടത്താനോ അല്ലെങ്കിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ടിൽ പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ എന്ത് ചെയ്യുന്നു, ഒരു ഇമോഷണൽ സപ്പോർട്ട് പേഷ്യൻസുമായിട്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടും ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ അവരുടെ ആശങ്കകൾ, കൺസേൺസ്, കാര്യങ്ങൾ എന്താണോ അത് വ്യക്തമായിട്ട് കേൾക്കുക. അതിനനുസരിച്ച് അവരുടെ രോഗനിർണയം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുക. രണ്ടാമത് educating patients and families. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other sides of their care. ഇവിടെ എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ആൻഡ് ഫാമിലീസിൽ പറയുന്നത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തിന് ഉത്തരവാദിത്തമുള്ള ആളാണ്? ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും നൽകുക. അബൌട്ട് ദെയർ ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് കൊടുക്കണം, അല്ലെ? അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് അവർക്കുള്ളത്, ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് എടുക്കാം, ഓൾറെഡി ഇപ്പൊ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ എഡ്യൂക്കേഷൻസ് കൊടുക്കാം. ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദെയർ കെയർ. അതുപോലെ തന്നെ അവർക്ക് പരിചരണം കൊടുക്കുമ്പോൾ ഒരു മറുവശമുണ്ട്, അല്ലെ? ചിലപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടിയുള്ള ഒരു ബോധവൽക്കരണം പേഷ്യൻസിനും ഫാമിലിക്കും കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ പേഷ്യന്റ് കൗൺസിലർക്കാണ്. രണ്ടാമത്തത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലിയിൽ പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് അബൌട്ട് ദെയർ ഡയഗ്നോസിസ്. പേഷ്യൻസ് ആൻഡ് ഫാമിലിക്ക് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണം നൽകുക, അതിന് അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ട്രീറ്റ്മെന്റ് ടൈപ്പ് ഏതൊക്കെ ഓപ്ഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഏതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു മറുവശമുണ്ട്, അല്ലെ? നമുക്ക് ആ ഒരു പരിചരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം പേഷ്യൻസിനും ഫാമിലിക്കും നൽകേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് രണ്ടെണ്ണം. ഓക്കെ. തേർഡ് വൺ പറയുന്നത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. The patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. For advocating for patients പറഞ്ഞാൽ പേഷ്യൻസിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നു? ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ അവർ നമ്മൾ അവിടെ ഉടനെ എന്തെങ്കിലും മറ്റൊരു സംവിധാനത്തിൽ എത്തിക്കണം, അല്ലെ? അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ചിലപ്പോ ഒരു എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് പല രോഗങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അവർക്ക് ചിലപ്പോ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടത് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും കിട്ടേണ്ടി വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ആവശ്യകതയ്ക്കനുസരിച്ച് അവരുടെ എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തുന്ന രീതിയിൽ എല്ലാ ആവശ്യകതകളും കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്, അത് നിറവേറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള നാവിഗേറ്റ് ചെയ്യുക, അവരെ മറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുക. ഒരു പേഷ്യൻസിനും
അവരുടെ ഫാമിലിക്കും വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യൻസിനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ അവർക്ക് നല്ലൊരു പരിചരണം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മതിയായിട്ടുള്ള പരിചരണം കിട്ടുന്നില്ല എങ്കിൽ അടുത്ത സംവിധാനത്തിലേക്ക് അവരെ എത്തിക്കുക, അതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ക്ലിയർ ആണോ? മൂന്നാമത്തത്, തേർഡ് വൺ ക്ലിയർ ആണോ? Okay. Fourth one പറയുന്നത് providing resources. The patient counselor is accountable for providing patients and their families with resources and information about support group, financial assistance and other services that may be available to them. ഇവിടെ പ്രൊവൈഡിങ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ അവരുടെ പേഷ്യൻസിനും ആ ഫാമിലീസിനും എന്ത് ചെയ്യുന്നു? അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് അബൌട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തീരെ വയ്യാത്ത ഒരു പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അധികം ഫിനാൻഷ്യലി വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇതുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഫാമിലിയാണ് വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അവരെ പല സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്, അല്ലെ? ഇല്ലേ? നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പല പല ഗ്രൂപ്പുകളുണ്ട്, സഹായങ്ങൾ നൽകുന്ന, ഇല്ലേ? ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സർവീസുകൾ ഇവർക്ക് ലഭ്യമായിട്ടുള്ള മറ്റ് സേവനങ്ങൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രൊവൈഡിങ് റിസോഴ്സിലൂടെ പറയുന്നത്. അപ്പൊ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തിനു ഉത്തരവാദിതയാണ്? അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും അവസ്ഥ മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള റിസോഴ്സുകൾ നൽകുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ലഭ്യമാണെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് ഇവർക്ക് കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മറ്റ് സർവീസുകളോ കാര്യങ്ങളോ ചെയ്യുന്ന സംഘടനകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവർക്ക് കൊടുത്താല് ഇവർക്ക് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താല് ഇവർക്ക് അതിനുള്ള സഹായങ്ങൾ ലഭിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭവം അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സുകൾ, ആ ഒരു സ്രോതസ് കണ്ടെത്തി നൽകുക എന്നതാണ് നാലാമത് പറയുന്നത്. ക്ലിയർ ആണോ? പ്രൊവൈഡിങ് റിസോഴ്സസ്. ഓക്കെ. അഞ്ചാമത് കോർഡിനേറ്റിംഗ് കെയർ. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential service and treatment. Coordinating care le parayunnathu patient counselor is accountable for organizing care between healthcare provider and ensuring that patients receive the essential service and treatment. ഇവിടെ കോർഡിനേറ്റിംഗ് കെയറിൽ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഉത്തരവാദിത്തമാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തില് എന്ത് ചെയ്യുക? കൃത്യമായ ഓർഗനൈസേഷൻസ്, കൃത്യമായ കാര്യങ്ങൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് സഹകരിക്കുക. അതുപോലെ അതിലൂടെ പേഷ്യൻസിന് നല്ല ആവശ്യമായിട്ടുള്ള സർവീസുകളും ട്രീറ്റ്മെന്റുകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന വിഭാഗം, ആ ഒരു പേഷ്യൻസിന് ഹെൽത്ത് കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന ആ ഒരു ഗ്രൂപ്പുമായിട്ട് സഹകരിക്കേണ്ടത് ഒരു പേഷ്യന്റ് കൗൺസിലർ ആണ്. അങ്ങനെ അവരോട് സഹകരിച്ച് അവരോട് ഏകോപിപ്പിച്ചുകൊണ്ട് വരുന്ന ഓരോ പേഷ്യൻസിനും വളരെ ആവശ്യമായിട്ടുള്ള സർവീസുകളും ട്രീറ്റ്മെന്റുകളും ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? കോർഡിനേറ്റിംഗ് കെയർ. ഓക്കെ. സിക്സ്ത് വണ്ണില് പറയുന്നത് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. The patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with healthcare providers to make sure that these needs are met. അപ്പൊ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തിന് അക്കൗണ്ടബിൾ ആണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവരാണ്? ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് പരിചരണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. അതിലൂടെ വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈ ദെയർ റിക്വയർമെന്റ്സ്. ആ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ്, അവരുടെ ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനനുസരിച്ച്
അതിനനുസരിച്ച് ഹെൽത്ത് പ്രൊവൈഡേഴ്സുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ ഈ ഓരോ കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിലൂടെ ആ ഹെൽത്ത് പ്രൊവൈഡേഴ്സിൽ നിന്നും ആ ഓരോ കെയർ പ്ലാൻ അനുസരിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും കിട്ടുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഒരു ഡെവലപ്പിംഗ് കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് കൗൺസിലർ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ അവരുടെ ആവശ്യകതകൾ എന്താണ്, അവരുടെ ഗോൾസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കെയർ പ്ലാനുകൾ തയ്യാറാക്കുന്നു. ആ കെയർ പ്ലാനുകൾ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഈ പറയുന്ന പ്ലാൻ അനുസരിച്ചുള്ള എല്ലാ സർവീസുകളും നമുക്ക് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്? ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. The patient counselor is accountable for monitoring patient progress, evaluating their needs, and making adjustment to their care plan as necessary. അപ്പൊ പേഷ്യന്റ് കൗൺസിലർ എന്തിന് ഉത്തരവാദിത്തമുള്ളവരാണ്? പേഷ്യൻസിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നത് മുതൽ ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും പേഷ്യൻസിന് എത്രത്തോളം പുരോഗതി ഉണ്ട് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ആവശ്യകതകൾ വിലയിരുത്തുക. മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി. ആവശ്യമാണെങ്കിൽ അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ച കെയർ പ്ലാനുകളിൽ ആവശ്യമാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകാരം പറഞ്ഞിരിക്കുന്ന കെയർ പ്ലാനുകൾ തയ്യാറാക്കിയ പ്രകാരം ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആവശ്യമുള്ള പരിചരണം അവർക്ക് നൽകുന്നുണ്ട്. ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട രോഗിയുടെ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കുന്നു. അതിനനുസരിച്ച് അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുന്നു. അതിനനുസരിച്ച് ആവശ്യമാണെങ്കിൽ ആ കെയർ പ്ലാനുകളിൽ മാറ്റങ്ങളും വരുത്തുന്നു. ക്ലിയർ ആണോ മോണിറ്ററിംഗ് പ്രോഗ്രസ്? ഓക്കെ, ലാസ്റ്റ് ഓവറോൾ ആയിട്ട് പറയുന്നതാണ്. Overall, the role of a patient counselor is to extend support and advocacy for patients and their families. മൊത്തത്തില് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു പിന്തുണ നൽകുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് പ്രവർത്തിക്കുകയാണ് ഒരു പേഷ്യന്റ് കൗൺസിലർ ചെയ്യേണ്ടത്. ആ ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ആവശ്യമായിട്ടുള്ള അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള ഹെൽത്ത് സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും അതിനനുസരിച്ച് ഹൈ ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരു എംപതി, ഒരു സഹാനുഭൂതിയും അതുപോലെ ഡീപ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത് കെയർ സംവിധാനങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഈ സർവീസസ് അവർ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ചും ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റോള് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. ഓവറോൾ ആയിട്ട് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന പേഷ്യൻസിനും ഫാമിലികൾക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകുക. അതുപോലെ ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ള അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഓരോ ഹെൽത്ത് കെയർ സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കുക. അവിടെ ഓരോ സ്ഥലത്തു നിന്നും ആ പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി അടുത്തത് പറയുന്നത് ഒരു പേഷ്യന്റ് കൗൺസിലറിന് വേണ്ട സ്കില്ലുകളാണ്. അപ്പൊ അവർ ഈ ഒരു ജോലി സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. വേണ്ടേ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിലാണ് പേഷ്യൻസിനോടും അവരുടെ ഫാമിലിയോടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. രണ്ടാമത്തത് അവരുടെ സഹാനുഭൂതിയോടെ പെരുമാറണം. മൂന്നാമത്തത് ആ ഹോസ്പിറ്റലിലെ ഓരോ സംവിധാനങ്ങളെ കുറിച്ചും സർവീസുകളെ കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന ആ ഒരു ജോലി വളരെ വിജയകരമായിട്ട് ആ ഒരു റോള് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ ആണോ? ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് കോർഡിനേറ്റിംഗ് കെയർ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റ് കൗൺസിലർ പേഷ്യൻസിന്
കെയർ കൊടുക്കുന്ന ആളുകളില്ലേ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അവരോട് ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ അവരുടെ കൂടെ വളരെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ പേഷ്യൻസിന് വളരെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സർവീസുകളാണോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണോ അവരുടെ കൂടെ ഈ പേഷ്യന്റ് കൗൺസിലറും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പൊ അതിനനുസരിച്ച് പേഷ്യന്റ് ആവശ്യകതകൾ ഇന്നതാണ്, അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഫീലിങ്സ് ഒക്കെ ഉണ്ട് എന്ന് അവരുമായിട്ട് സഹകരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സർവീസുകളും ട്രീറ്റ്മെന്റുകളും നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണ്? 5th വൺ നിബിന? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഭാഗം കൂടി, ഒരു ചെറിയൊരു ഭാഗം കൂടിയുള്ളൂ. അതിനുശേഷം നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.